ഡീ പോടി എന്നെ അമ്മച്ചി പോടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. അപ്പൊ എന്തിനാണ് താങ്കൾ ലൈവിൽ വന്നത്? ഈ തെറിയേക്കാൻ ആയിരുന്നില്ലേ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒരു ലേഡി താങ്കളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത്, അമ്മച്ചി 57 വയസ്സാണെന്ന് അവര് തന്നെ താങ്കൾക്ക് അമ്മച്ചി അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് വിളിക്കാം. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഹീറോസ് കൊടുത്തില്ലേ കേസ്? പിന്നെ രേണുവിന് കൊടുക്കാലോ. ആ ഹണി റോസിനെ പോലുള്ള ആളല്ലല്ലോ ഞാൻ. അവര് വലിയ വലിയ നടിമാരാണ്. ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം നെളിയിക്കുന്നു. എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളൂ. അങ്ങനെയുള്ള കോമാളിത്തരം ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഈ ആൽബത്തിൽ കോമാളിത്തരം കാണിക്കുന്ന സംഭവം അതല്ല ഉദ്ദേശം. ഞാൻ മാറി. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ? വീട്ടിൽ ഇരിക്കണോ? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണോ? ആണോ? അപ്പൊ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലേ, വീട്ടിൽ ഒരുപാട് ആവശ്യം. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഫുൾ സപ്പോർട്ട് എല്ലാ ബന്ധുക്കളും. ഓ, ഭയങ്കര സപ്പോർട്ട്. കസിൻസ് എല്ലാം. ഓ ശരി, ഭയങ്കര. ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്, ഓക്കെ, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും തന്നിട്ടില്ല. പരത്തി അടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് അറിയാം. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. സോ എനിക്ക് തോന്നുന്ന ഒരു പാട്ടിട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന റീൽ ചെയ്യുന്നു, അതൊരു കണ്ടന്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയുടെ തന്നിൽ ജീവിക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെയാ? അത് ജീവിച്ചോണ്ടിരിക്കുവല്ലേ, ഞാൻ പറഞ്ഞിട്ട് ജീവിക്കുന്നതല്ലോ.